ഞാനിപ്പോൾ നിൽക്കുന്നത് അന്ന് ദിയമോള് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയപ്പെടുന്ന കൈതത്തോടിന് മുന്നിലാണ്. ഉമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഉമ്മ, ഈ കൈതത്തോട് വഴിയാണ് നഷ്ടപ്പെട്ടു പോയത് അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഏകദേശം 8-9 വർഷങ്ങൾക്ക് മുന്നേ നഷ്ടപ്പെട്ട ദിയ ഫാത്തിമയുടെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. ദിയ ഫാത്തിമ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന പൊന്നുമോളുടെ മുഖം ഒരു മലയാളിക്കും മറക്കാനായിട്ട് സാധിക്കില്ല. മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുള്ള ഒരു വിഷയമാണ് ദിയ ഫാത്തിമ. ആ കൊച്ചിന്റെ തെരച്ചിലിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് അഹോരാത്രം പണി ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ ഒരു കുഞ്ഞു മോളെ കിട്ടണമെന്ന് ഈ നാട്ടിലുള്ള ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഈ ദിയ ഫാത്തിമന്റെ ഒരു പ്രസന്റ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരുപാട് എൻക്വയറീസ് കാര്യങ്ങളെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജുനൈദ് നമ്പിലത്ത് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഇപ്പൊ ഇതിന്റെ പിറകിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അതുപോലെ തന്നെ ദിയ ഫാത്തിമയുടെ കുടുംബത്തിന് മൊത്തത്തിൽ സഹായമായിട്ടും അതുപോലെ തന്നെ ഇമോഷണൽ സപ്പോർട്ടായിട്ടൊക്കെ കൂടെ നിൽക്കുന്നത് ഈ ഒരു നമ്പിലത്ത് എന്ന് പറഞ്ഞ ഒരാളാണ്. ആളും ഇപ്പൊ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിനുശേഷം ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം ആ ചാനലിലൂടെ തരുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ദിയ ഫാത്തിമയുടെ കുറച്ച് ലൈവ് അപ്ഡേറ്റ്സ് ആണ്. കൂൾ ഗ്രേപ്പ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ദിയ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ പല പ്രാവശ്യം കാണാറുള്ളത് ഓക്കെ ദിയ ഫാത്തിമയുടെ വീട് ഇവിടെയായിരുന്നു, കണ്ണൂർ ഇരിട്ടി എന്നുള്ള ഒരു പ്രദേശത്താണ് എന്നും അതുപോലെ കുറച്ച് വേഗ് ന്യൂസസ് മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ. ദിയ ഫാത്തിമ എവിടെ നിന്നാണ് നഷ്ടപ്പെട്ടതെന്നും അതുപോലെ തന്നെ എന്തായിരുന്നു അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് കേട്ട് മാത്രമേ പരിചയമുള്ളൂ. അതിന്റെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടാൻ കൂൾ ഗ്രേപ്പിന്റെ വീഡിയോ നമുക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ കൂൾ ഗ്രേപ്പ് നമ്മുടെ ദിയ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോയതിന് ശേഷം ഉമ്മയുമായിട്ട് ഒരു ഡീറ്റെയിൽഡ് കോൺവെർസേഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അതിലാദ്യം ഉമ്മന്റെ അടുത്ത് കൂൾ ഗ്രേപ്പ് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ദിയ ഫാത്തിമ നഷ്ടപ്പെട്ടത് എന്നുള്ളത്. അപ്പം നഷ്ടപ്പെടുന്ന ഓർമ്മകൾ ഭയങ്കര വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ആ ഒരു ഉമ്മ എങ്ങനെയാണ് അത് മറുപടി പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. ഈ വീടിപ്പം പൊളിച്ചു പണിതാ. ആദ്യം ഓടിട്ട ചെറിയൊരു വീടായിരുന്നു. അതായത് തെങ്ങുണ്ടായിരുന്നു. ആ പിന്നെ തേങ്ങ വീണതിന്റെ ആ ഓൾസ് അടക്കാൻ വേണ്ടിയിട്ട് കവർ തരുന്നതാണ് അന്നേ. ആ സമയത്താണ് കുട്ടിനെ കാണാൻ വന്നത്. കുട്ടിനെ കാണാതാന്ന് വെച്ചാല് പിന്നെന്താണ് കവറിലൊരു തൊപ്പി ഉണ്ടായിരുന്നു. ഞാൻ ചെയറിൽ എത്തിയിട്ടാണ് കുട്ടി പിന്നെന്താണ് ഞാൻ അടുക്കളയിലേക്ക് പോകുന്നത്. ആ സമയത്ത് ഉമ്മ ഈ ധാര അടക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഞാൻ കവർ തരയുന്ന സമയത്ത് ഒരു കവർ കിട്ടി അലമാരിനുള്ളത്. അതിൽ നോക്കുമ്പോൾ എൻ്റെ കുട്ടീന് തൊപ്പിയുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ദിയക്ക് ഇത് ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ കണ്ടോണ്ടാണ് ദിയനെ കണ്ടിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് പോകുന്നത്. രണ്ട് പാത്രം തന്നെ, ഒരു പ്ലേറ്റും ഒരു കറിക്കോപ്പയും അതാണ് ഞാൻ കഴുകി വെച്ചിട്ടുള്ളത്. പിന്നെ ആ ചോറ്റിന്റെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വെച്ച് അത്ര സമയമായിട്ടുള്ളൂ. പിന്നെ ആ സമയം കൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു അതാ ദിയ കസാരയിലുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു കുട്ടിയുടെ ഉമ്മ ചോദിക്കുന്നുണ്ട് കുട്ടിയോട്. അതല്ല കസാരയില്ല. അപ്പൊ ഞാൻ ഓർത്തു കുട്ടിയെ അപ്പുറത്ത് ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും, അപ്പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങോട്ട് ചെന്നപ്പോഴും കുട്ടിയില്ല. പിന്നെ പെട്ടെന്ന് നമുക്ക് കുട്ടി മിസ്സാവുന്നുള്ള ചിന്തിക്കുന്നില്ല. കുട്ടി മിസ്സാവുന്ന നമുക്ക് ഈ ഭാഗത്ത് അങ്ങനത്തെ സംഭവമേ ഉണ്ടായിട്ടില്ല. അങ്ങനെ അളാമാന്റെ വീട്ടിലേക്ക് ഓടി വന്ന് അവരെ വാതിൽ തട്ടി വിളിക്കുകയാണ്. എന്താ വെച്ചാൽ നല്ല ശക്തിയായ മഴയാണ്. അപ്പൊ ഏകദേശം എത്ര സമയമായി? അത് ഏകദേശം പറഞ്ഞാൽ 9:40 ഇടയിലാണത്. സമയം പറയാൻ കാരണം എന്താ വെച്ചാൽ ഹസ്ബൻഡിന് ജോലിക്ക് പോണോ പോണ്ടേ എന്നുള്ള സംശയത്തിലായിരുന്നു. അതാണ് സമയം നോക്കാൻ കറക്റ്റ് സമയം എനിക്ക് ഓർമ്മ വരുന്നത്. ഓർമ്മ എന്നല്ല കറക്റ്റ് സമയം തന്നെയാണത്. അങ്ങനെ അളമാരുടെ അടുത്ത് ഞാൻ പോയി ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നും. പിന്നെ എന്താന്നറിയില്ല. കുട്ടി അവിടെ അലമാരയിൽ തപ്പി കട്ടിനുള്ളിലേക്ക് നോക്കി ഒളിച്ചിരിക്കുകയാണെന്ന് അറിയാം. പക്ഷെ അതല്ല. പിന്നെയാണ് ക്ലാസ് ശ്രദ്ധയപ്പെട്ടത്. ഞങ്ങൾ പഴയ വീടിൻ്റെ ഒരു ചാരുപടി ഉണ്ട്, സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയത്. ആ ചാരുപടിൻ്റെ ഇങ്ങനെ സിമെന്റ് ഇങ്ങനെ വാർത്തിടുന്നുണ്ട്. അതൊരു മൂലക്ക് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തൊക്കെയാ ഇപ്പൊ ഈ കുട്ടി കുടിച്ച ക്ലാസ് എന്തായാലും കുട്ടിക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവിടെ ആയിരുന്നു അല്ലേ ചാരുപടി? ഇവിടെ ഈ വശത്തായിരുന്നു. ഈ ഉമ്മ പറയുന്നത് എന്താന്ന് വെച്ചാൽ വെറും 3 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് ദിയ ഫാത്തിമനെ കാണാതായത്. സിറ്റ് ഔട്ടിൽ കസേരയിൽ ഇരിക്കുന്ന കുട്ടി 2 പാത്രങ്ങളും ഒരു കപ്പും കഴുകി വന്നപ്പോഴത്തേക്കും നഷ്ടമാവണം എന്നുണ്ടെങ്കിൽ നിഗൂഢമായിട്ടുള്ള എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാ. പല ആളുകളും പറയുന്നത് ആ കുട്ടി നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ, കോരിച്ചൊരിയുന്ന മഴയുള്ള ദിവസത്ത് പല ആളുകളും പറഞ്ഞത് അവരെ തൊട്ടടുത്തൂടെ ഒഴുകുന്ന ഒരു ആണി ഒരു ചെറിയൊരു അരുവിയുണ്ട്, ആ അരുവിയിൽ ഒലിച്ചു പോയതായിരിക്കാം എന്നാണ് പറയുന്നത്. ആ അരുവിക്ക് അവിടെ അവര് കൈതത്തോട് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പൊ അരുവി എന്താണെന്നും അതിനെക്കുറിച്ച് എന്താണ് ഉമ്മ പറയുന്നത് നമുക്ക് കേൾക്കാം. ശേഷം നമുക്ക് സംസാരിക്കാം. ഞാനിപ്പോ നിൽക്കുന്നത് അന്ന് ദിയമോള് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയപ്പെടുന്ന കൈതത്തോടിന് മുന്നിലാണ്. ഉമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഉമ്മ, ഈ കൈതത്തോട് വഴിയാണ് നഷ്ടപ്പെട്ടു പോയത് അല്ലേ? പോയതെന്ന് അവര് പറയപ്പെടുന്നത് പോയിട്ടില്ല.
കാരണം ഞാൻ ചോദിക്കുന്നത് ഈ മഴക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് അന്നൊരു മഴക്കാലത്തായിരുന്നല്ലോ അല്ലേ? ആഗസ്റ്റ് 1 ആ മഴക്കാലത്ത്. ഈ മഴക്കാലത്ത് ഇത് എങ്ങനെയാണ് ഈ ഒരു സാധാരണ ഇതാണല്ലോ കൈതത്തോടല്ലേ, ഈ കൈതത്തോടല്ലേ? ഇത് എന്താണ് മഴക്കാലത്ത് ഇതിന്റെ ഒരു അവസ്ഥ എങ്ങനെയാ ഉണ്ടാവാറ്? മഴക്കാലത്ത് എങ്ങനെയാന്ന് വെച്ചാല് മഴവെള്ളം വന്നിട്ട് ഒഴുകുന്ന ഒരു ആണിയാണിത്. അപ്പൊ അങ്ങനെയാണ് ഇത് നിറയുന്നത്. അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ആയിട്ട് മാത്രം ഒഴുകിയിട്ട് നിൽക്കുന്നതല്ല. ഈ പറമ്പ് കാണുന്നുണ്ടോ? ആ പറമ്പ് കാണുന്ന അവിടെ പരന്നൊഴുകുകയാണ്. അന്നിവിടെ റബ്ബറും ഇതൊക്കെ ഇത് അതേപോലെ റബ്ബർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴാണ് അതില്ലാത്തത്. പക്ഷെ എന്തായാലും ഒരു കുട്ടി ഞാൻ പോയെന്ന് തന്നെ കൂട്ടാം. പക്ഷെ എന്തായാലും തങ്ങി നിൽക്കാനുള്ള എല്ലാ സാധ്യതകളും ഇതിൽ കാണുന്നില്ല. ഉണ്ട് തീർച്ചയായിട്ടും. ഇവിടെയൊക്കെ കച്ചറകളാണ് കൂടുതലും. അതെ, ഇതിപ്പോ ഒരു കുറഞ്ഞൊരു ഇനീഷ്യൽ മഴക്കാലത്തിന്റെ സമയമാണല്ലോ. അതായത് ഈ ഒരു സമയത്ത് കാരണം പൊതുവെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ കച്ചറ, അതായത് മുകൾ സ്ഥലത്തുനിന്ന് അവിടുന്നൊക്കെ കച്ചറ അടിഞ്ഞു വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. വിധത്തിലും ഇവിടെ ഇത്തരത്തിൽ പോവാനുള്ള ഒരു സാധ്യത ഇല്ല. ഏകദേശം ഒരു സമയം എങ്ങനെയായിരുന്നു അമ്മ? ഇവിടെ സമയം കുട്ടി കാണാതാകുന്ന സമയം രാവിലെ 9:40 കൈതത്തോടിലൂടെയാണ് ഒലിച്ചു പോയി എന്ന് പറയുന്നത്. നമ്മളിത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കൂ. മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒലിച്ചു പോകാനുള്ള ഒരു സാധ്യത ഇതിലില്ല. കാരണം മഴ പെയ്യുന്നതോടുകൂടി മുകളിൽ നിന്ന് കണ്ടോ, ആ മുകളിൽ നിന്ന് വരുന്ന സ്ഥലത്ത് നിന്ന് കച്ചറകളൊക്കെ നേരെ കുമിഞ്ഞുകൂടും മഴ പെയ്യുന്നതോടുകൂടി. അതായത് ഇവിടെ കാരണം ഈ ഒരു ചെറിയ ഇത് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റും നോക്കൂ. ഇതുപോലെ കച്ചറ കൂടിക്കിടക്കും. ഈ കച്ചറ കൂടിക്കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് കൂടെ ഇത്രയും 1.5 വയസ്സായിട്ടുള്ള കുഞ്ഞുമോള് ദിയമോള് ഒലിച്ചു പോകുമെന്ന് നമ്മൾ സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ച് നോക്കാൻ മാത്രമുള്ള ഒരു കാര്യമേ ഉള്ളൂ. അതായത് അതാണ് ദിയ ഫാത്തിമ മോളെ വീട്. ആ വീടും ഓവിച്ചാലും തമ്മിൽ അത്രയും ദൂരമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ കുട്ടിക്ക് ഒരു 3 മിനിറ്റിൻ്റെ ഗ്യാപ്പുള്ളൂ. ആ 3 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ എത്തിപ്പെടാൻ പറ്റുമോ ഇല്ലയെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്ര ദൂരമുണ്ട്, അങ്ങകലെ അവിടെയാണ് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു അരുവി നിങ്ങൾ കണ്ടല്ലോ, ഇതിനകത്ത് കൂടെ ഒരു കുട്ടിക്ക് ഒലിച്ചു പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അത്രത്തോളം ഒരു 1.5 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് അവിടേക്ക് 3 മിനിറ്റിനുള്ളിൽ എത്തിപ്പെടാനുള്ളൊരു ഇത് നമുക്ക് ഒരിക്കലും ചിന്തിച്ചാൽ പോലും പറ്റില്ല. 1.5 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം പിച്ച നടക്കുന്ന ഒരു പ്രായമാണ്. പല കുട്ടികളും 2 വയസ്സിന് ശേഷമൊക്കെ നടക്കുന്നവരുണ്ട് കേട്ടോ. 1 വയസ്സ് 1.5 വയസ്സെന്നൊക്കെ പറയുമ്പം പിച്ച വെച്ച് നടക്കുന്ന പ്രായമാണ്. ആ ഒരു പ്രായത്തിൽ കൂരിച്ചൊരുന്ന മഴയിൽ ഇത്രയും ഡിസ്റ്റൻസ് താണ്ടി ആ ഒരു തോട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ ഒരു ഇച്ചിരി പ്രയാസമുണ്ട്. എന്തായാലും ആ ഉമ്മ പറയുന്നത് അങ്ങനെ ഒരു സാധ്യതയില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പലപ്പോഴും എല്ലാവരും പല കുട്ടികളെയും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കാണാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടീനെ നമ്മൾ നാടോടിക്കുട്ടി ദിയ ഫാത്തിമയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മെസ്സേജസ് പോസിറ്റീവായിട്ട് ആ ഒരു ഉമ്മാക്ക് പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിൽ ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നാണ് ആ ഒരു നാടോടിക്കുട്ടിയുടെ ഫോട്ടോ. അപ്പോൾ ആ ഒരു ഫോട്ടോ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷ നിന്നു അത് ദിയ ഫാത്തിമ മോൾ ആവണേ എന്നുള്ളത്. അപ്പം ആ ഉമ്മ അത് വിശ്വസിച്ചോ, അതല്ല എന്താണ് അതിനെക്കുറിച്ച് ആ ഉമ്മയുടെ നിലപാട് എന്നുള്ളത് പെറ്റുമ്മയായ ആ ഉമ്മനോട് തന്നെ നമുക്ക് ചോദിക്കുന്നത്. നമുക്കൊന്ന് കേൾക്കാം, ശേഷം നമുക്ക് തിരിച്ചു വരാം. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ചിത്രത്തിൽ കണ്ട കുട്ടി ഉണ്ടല്ലോ, നിങ്ങൾക്ക് അതാണ് പറയുന്നത്. അത് എല്ലാരും കൂടെ പറയുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പലതായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ ആ ഒരു സംശയം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ പറയാം, അതൊന്നും എനിക്ക് വന്ന DNA ടെസ്റ്റിലാണെങ്കിൽ അതിന് മാതാപിതാക്കളുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയില്ലെങ്കിൽ അതിൻ്റെതായ ഒരു വഴികൾ നീങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം. അതായത് ഇപ്പോഴും ആ ഒരു ചിത്രം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉമ്മക്ക് അന്ന് കണ്ട ഒരു നാടോടിക്കുട്ടിയായിട്ട് നമ്മളെല്ലാവരും പലരും ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഈ കുട്ടിയെ ഒരു DNA ടെസ്റ്റ് ചെയ്യണമെന്ന് ഈ ഉമ്മ ഒരുപാട് ആഗ്രഹിക്കും. ഈ ഉമ്മയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും ഉമ്മയ്ക്ക് സത്യത്തിൽ ഇക്കാര്യത്തിൽ വലിയ ക്ലാരിറ്റി ഇല്ല. അത് തന്റെ മോളാണോ എന്ന് കറക്റ്റ് അറിയില്ല. കാരണം ഏകദേശം 8-9 വർഷം കഴിഞ്ഞു ദിയമോളെ നഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഏകദേശം രൂപധാര വെച്ച് എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ സംശയമുണ്ട്. ആ കുട്ടിക്ക് ശരിക്കും മാതാപിതാക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ DNA ടെസ്റ്റ് നടത്തണം, അതെന്റെ മോൾ തന്നെയാണോ എന്ന് എനിക്ക് അറിയണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ആ ഉമ്മച്ചിയുടെ മനസ്സിലുണ്ട് കേട്ടോ. പിന്നെ ഉമ്മച്ചിനോട് ചോദിക്കുന്നുണ്ട്, ദിയ ഫാത്തിമ മോളെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ എന്തെങ്കിലും ബർത്ത് മാർക്സ് ഉണ്ടോന്ന്, അതായത് അടയാളങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളെ നഷ്ടപ്പെടുന്ന സമയത്ത് പലപ്പോഴും അവരെ തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾ നോക്കാറുള്ളത് ബർത്ത് മാർക്സ്. അത് ഒരിക്കലും മാഞ്ഞു പോവാത്തതാണ്. വല്ല ലേസറോ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ അത് പോവുള്ളൂ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ബർത്ത് മാർക്സ് ഉണ്ടോ എന്നുള്ളതാണ് ആ ഉമ്മേനോട് ചോദിക്കുന്നത്. അപ്പൊ ഉമ്മ എന്താ മറുപടി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അടയാളങ്ങൾ എന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ വയറിന്റെ വലതുവശത്തായിട്ട് കുറച്ച് മേലെ ആയിട്ട് കറുത്ത
ഒരു മറുകുണ്ട്. കറുത്ത മറുക് എന്ന് പറഞ്ഞാൽ കാക്കപ്പുള്ളിയല്ല, കല. ഒരു വയറിന്റെ വലത് വശത്ത് ഒരു പച്ച കളർ ഒരു കല. വയറിന്റെ ഈ വലത് വശത്ത് കുറച്ച് മേലായിട്ട് ഇവിടെ ആയിട്ട് ഒരു പച്ച കലയായിട്ട് അല്ലെ. വേറെന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടോ? ഇല്ല, വേറെ അടയാളം എന്ന് പറഞ്ഞാൽ അവളെ ചെവി കുറച്ച് വിട്ട് നിന്നിട്ടുള്ളതാണ്. ചെവി കുറച്ച് വിട്ട് നിന്നിട്ടുള്ള ഇങ്ങനെ നല്ലൊരു ചെവി വിട്ടതാണ്. ഈ സൈഡ് കുറച്ച് വിട്ട് നിന്നിട്ടുള്ള ചെവിയാണ് ഉള്ളത്. അപ്പൊ ഞാൻ അപ്പൊ ആ ഒരു ഉമ്മ പറഞ്ഞൊരു അടയാളം നമ്മളെല്ലാവരും കേട്ടു. അപ്പൊ ഇങ്ങനെ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ കുട്ടികളെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബർത്ത് മാർക്സ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരുപാട് സഹായം ഈ ഉമ്മാക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും. എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും ആരെങ്കിലും ദിയ ഫാത്തിമയുമായി സാമ്യതയുള്ള കുട്ടികളെ കാണുമ്പോൾ എന്തെങ്കിലും രൂപത്തിൽ ഈ ഒരു ബർത്ത് മാർക്ക് നമുക്ക് നോക്കാൻ പറ്റിയെങ്കിൽ, അങ്ങനെ ഒരു ബർത്ത് മാർക്ക് കണ്ടു എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ അറിയിക്കാം. അതുപോലെ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം. പിന്നെ അതിനുശേഷം ഈ ഉമ്മനോട് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഈ ദിയ ഫാത്തിമ എന്ന് പറഞ്ഞ വിഷയം ഭയങ്കര വൈറലാണ്. കേരളത്തിനകത്ത് ഒരുപാട് പേര് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കേരളത്തിനകത്ത് തന്നെ വൺ ഓഫ് ദ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് ദിയ ഫാത്തിമ എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ദിയ ഫാത്തിമയ്ക്ക് വേണ്ടി റീച്ചിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ആ കുട്ടീനെ എങ്ങനെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല കാറ്റഗറീസ് ഓഫ് ആളുകളായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഉമ്മയ്ക്ക് ഇവരോട് എല്ലാവരോടുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതും കൂടെ കേട്ടിട്ട് നമുക്ക് നിർത്താം. എനിക്ക് അവനോട് പറയാനുള്ളത്, വെക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ആ വെക്കുന്ന തമിഴിൽ അതിലൊരു കുറച്ചൊരു മാറ്റം വരുത്താം. എന്ന് വെച്ചാൽ ഉള്ളതുപോലെ ഇട്ടോ ഒരു കുഴപ്പമില്ല. ഇത് കുട്ടിനെ കിട്ടി, അവിടെ അവർ ചെന്ന് DNA ടെസ്റ്റ് ചെയ്ത് കുട്ടീനെയും കൊണ്ട് അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഓരോന്നും കാണുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഷോക്കാണ്. അപ്പോൾ ജനങ്ങൾ വിശ്വസിക്കുകയാണല്ലോ. ഇതിൽ എത്രയോ ആളുകൾക്ക് എന്നെ വിളിക്കാൻ പറ്റാത്തവരുണ്ട്, കുറേ പേര് ഫോൺ ചെയ്യുന്നവരുണ്ട്. പക്ഷേ എത്രയോ ജനങ്ങൾക്ക് പിന്നെന്താണ് എന്നെ കിട്ടുന്നില്ല, വിളിക്കാൻ പറ്റാത്ത കുറേ ജനങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ആ ദിയമോളെ കിട്ടി എന്നുള്ള സന്തോഷത്തിൽ അവർ ഇരിക്കുന്നു. പക്ഷേ ഈ ഉമ്മാൻ്റെ വേദന എന്താണ് ബാക്കിയാകുക തന്നെയാണ്. പക്ഷെ കിട്ടുന്നത് വരെ കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. പക്ഷേ ഇതിങ്ങനെ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ചാല് വീഡിയോസ് ചെയ്യുന്നത് ഉമ്മച്ചിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്, സന്തോഷമുള്ള കാര്യം. കാരണം കേരളത്തിലുള്ള ആളുകൾ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ കോമന്റ്സ് എല്ലാം വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് ഒന്നും ചെറുതല്ല. കാരണം നമുക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് കേരളത്തിന്റെ മൊത്തം വേദനയായിട്ട് ഏറ്റെടുക്കുക, അത് നമ്മൾ അറിയുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷെ ഉമ്മ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും തംബ്നെയിൽ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം പലപ്പോഴും പല തംബ്നെയിൽസും കാണുമ്പോൾ ഭയങ്കര പ്രതീക്ഷ തരുന്നുണ്ട്. പക്ഷെ അത് തുറന്നു നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അതിനകത്ത് പുതിയ അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ ദിയ ഫാത്തിമ മോളെ കിട്ടി എന്നുള്ള ന്യൂസ് ഒന്നും കാണുന്നില്ല. പക്ഷേ ടൈറ്റിൽ കാണുമ്പോൾ ദിയ ഫാത്തിമ മോളെ കിട്ടി എന്നുള്ളതുമാണ് വരുന്നത് എന്നൊക്കെയാണ് ഉമ്മ പറഞ്ഞു വെക്കുന്നത്. അപ്പം എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോസ് ചെയ്യുന്ന ഞാനടക്കമുള്ള എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ദിയ ഫാത്തിമ മോള് എന്ന് പറയുന്നത് കേരളത്തിന്റെ മൊത്തം കണ്ണുനീരാണ്. ആ ഒരു കണ്ണുനീര് ഉണങ്ങാൻ, ആ ഉമ്മയുടെ കൂടെ തന്നെ കണ്ണുനീര് ഉണങ്ങാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ദിയ ഫാത്തിമ മോളെ പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടട്ടെ. കുറേ അനാസ്ഥകളുണ്ട് കേട്ടോ, കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് മാഫിയയാണോ, പോലീസുകാർ ആ മാഫിയൊക്കെ കൂട്ടുനിൽക്കുകയാണോ, ഒരുപാട് സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ടും ദിയ ഫാത്തിമ മോളിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു കേരളത്തിലെ നിയമ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത്. ആ ഒരു പ്രശ്നം മാറ്റി നിർത്തി അന്ന് തന്നെ നല്ല കണിശമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ദിയ ഫാത്തിമ മോൾക്ക് ഇത്രയും കാലം തൻ്റെ ഉമ്മ വാപ്പ അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. അപ്പോൾ ഇത് ഒരു വലിയ വേദന തന്നെയാണ്, കേരളക്കരയ്ക്കുള്ള ഏറ്റവും വലിയ ഒരു വേദന തന്നെയാണ് ദിയ ഫാത്തിമ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കുട്ടീനെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഉമ്മാക്ക് തിരിച്ചു കിട്ടട്ടെ. നമുക്ക് എല്ലാവർക്കും അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം ഇതിന് വേണ്ടി പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളെല്ലാം ഞാനും നമ്മളെല്ലാവരും ചെയ്യണം എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ലെറ്റ് മീ വൈൻഡ് അപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.